ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് ആരൊക്കെ എടുത്തിട്ടുള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയണം. എന്നാൽ വരി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നമ്മൾ പച്ചരി ഏത് പാത്രത്തിനാണ് അളവെടുക്കുന്നത് അതേ അളവ് പാത്രത്തിനാവണം നമ്മൾ ഇതിലേക്കുള്ള വെള്ളം അതേപോലെ തന്നെ ചോറും അളവെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ പച്ചരി അളവെടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അരി എടുത്താൽ അതിൽക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവും ചോറിൻ്റെ അളവും ഞാൻ പറഞ്ഞു തരാം. ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരി നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർത്തെടുത്ത അരിയാണ് ഇട്ടത്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു ഗ്ലാസ് അരിക്ക് ആവശ്യമായ ചോറിൻ്റെ അളവ് എന്ന് പറഞ്ഞത് അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചോറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു ഗ്ലാസ് അരിക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞത് 1 ഗ്ലാസ് വെള്ളം തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇത് അരക്കാൻ എടുക്കരുത്. കുറച്ച് അത് അരക്കാനെടുത്തിട്ട് ബാക്കി നമുക്ക് ആവശ്യമുണ്ട്, അത് അവിടെ വെക്കാം. ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ബൗളിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിൽക്ക് ആവശ്യമായ മധുരത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞത് 4 അച്ച് ശർക്കരയാണ് കേട്ടോ. ഇത് ഈ ഒരു ഗ്ലാസ് അരിക്ക് നല്ല പാകത്തൊരു മധുരമാവും. അപ്പോൾ ഈ 4 അച്ച് ശർക്കര നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഈ ശർക്കര ഇങ്ങനെ ഒന്നാകട്ട് മെൽറ്റാക്കണതിനേക്കാളും നല്ലത് ഒരു ഇടിമുട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി വന്നോളൂ കേട്ടോ. അപ്പം ഞാനിതാ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ആവശ്യമായ വെള്ളം എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര മെൽറ്റാക്കി എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാവും, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. അപ്പം നല്ലോണം മെൽറ്റായി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം കണ്ടില്ലേ, ശർക്കര ഒക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവുണ്ടല്ലോ, അതിലേക്ക് ഈ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ശർക്കരയിൽ നല്ലോണം കച്ചറകളൊക്കെ ഉണ്ടാവും, അതൊന്ന് ഒഴിവായി കിട്ടാനും വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാനിത് അരിച്ചിട്ട് ശർക്കരപ്പാനി കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലൊരു ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാവട്ടുണ്ടാവില്ല. ഇതിൽ വെള്ളം ഓവറായതാണെന്ന് വിചാരിക്കണ്ട. ഇത്ര തന്നെയാണ് കേട്ടോ വെള്ളത്തിൻ്റെ കണക്ക്. ഒരു ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയിലാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. ഇപ്പോൾ ഇതാ ഒരു ദോശമാവിനേക്കാളും ഇച്ചിരി കട്ടിയുള്ള ഒരു രൂപത്തിലാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്കും വലിയ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചിട്ടുള്ളത് പൊടിയാണ് കേട്ടോ. ഇതൊരു വലിയ സ്പൂണിന് 1 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി. അടുത്തതായി ഞാനിതാ കൽത്തപ്പം കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇത് തൂമിച്ചെടുക്കുന്നതോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുക. അതിൻ്റെ വിസിൽ ജസ്റ്റ് ഒന്ന് ഊരി വെച്ചാൽ മാത്രം മതി. കുക്കറല്ലാതെ ഇതേപോലെ പാത്രങ്ങളാണ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൽത്തപ്പം പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഇതാ പാൻ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഗീ തന്നെ ചേർക്കണം എന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഇത്രപ്പോരം തേങ്ങ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത്രയും ആയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക.
ചെറിയ ഉള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ മൂത്ത് വരുമ്പോഴത്തേന് ചെറിയ ഉള്ളി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതാ ഉള്ളിയും തേങ്ങയും ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും ആയാൽ മതിട്ടാ. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ഗീൻ്റെ പകുതി ഗീ ഞാൻ ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ കൽത്തപ്പത്തിനുള്ള മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കുന്നത് കാണാം. അപ്പോൾ ഇതാ ആ പാത്രത്തിൽ തന്നെ ആ ബാക്കിയുള്ള ഗീ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുക്കാണ്ട് ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ മാവ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ ബബിൾസൊക്കെ ഇങ്ങനെ വരവ് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് തീ പറ്റി ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം കുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ലോ ഫ്ലെയിമിൽ ഇരുന്ന് കുക്കാവട്ടെ. ഇപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാ പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പടക്കൊള്ളി കുത്തി നോക്കിയപ്പോൾ ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ അതേ അളവിൽ നിങ്ങളും കൽത്തപ്പം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഈ പറഞ്ഞ അതേ മെത്തേഡിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കോണ്ടി. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ കൽത്തപ്പത്തിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കാളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.